ഞാൻ ചോദിക്കുന്നത് പോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവായ യേശു രക്ഷകനായി സ്വീകരിച്ചതാണല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ കൽപ്പനയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനമേറ്റ് കർത്താവിനോട് ചേരുക എന്നുള്ളത്. ഇത് ഏതെങ്കിലും സഭയെ ചേർക്കാനല്ല, യേശുവിനോട് ചേരുവാനാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. അത് പരപ്രേരണയിൽ ആരും നിർബന്ധിച്ചല്ല, ആരെങ്കിലും അതല്ല, സ്വന്തം തീരുമാനപ്രകാരം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവം എന്നെ ഏൽപ്പിച്ച അധികാരത്തോടെ തന്നെ ആമേൻ ഹല്ലേലൂയ, ഈ പ്രിയ മകനെ സ്ഥാനപ്പെടുത്താനായിട്ട് ഞാൻ പോകുന്നു. ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത അതിപരിശുദ്ധനായ മഹാദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, അതേ അനേകായിരം ഹല്ലേലൂയ വിശുദ്ധന്മാരായ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെ സാന്നിധ്യത്തിൽ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രിയ സജീവ് ബ്രദറിനെ സ്മരണപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസനായിരിക്കാം, എന്നാൽ ജീവ കിരീടം പ്രാപിക്കും. പരിശുദ്ധ പിതാവേ, പ്രിയ മകനെ കർത്താവിന്റെ കരത്തിലേക്ക് അടിയിൽ ഏൽപ്പിക്കുന്ന യേശപ്പ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അവർ കുടുംബമായിട്ട് അവർ ഹല്ലേലൂയ കർത്താവിനോട് ചേർന്നുവല്ലോ യേശു. എത്ര ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ് ഈ പ്രിയ കുടുംബത്തിന് കൊടുത്ത് ഞങ്ങളുടെ മകനെ അവിടെ അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്ത അതേ അധികമായ ആത്മീക അനുഗ്രഹങ്ങൾ അതേ ഹല്ലേലൂയ അവിടുന്ന് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയതുകൊണ്ട് അത് ഇന്നു മുതൽ ആരംഭിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരും ഒരുമിച്ച് പ്രിയ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ മക്കൾ അനുഗ്രഹമായിരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ല സമയത്തിനായി സ്ഥാനാർത്ഥികൾ അനുഗ്രഹിച്ചത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.